ഹായ്, ഞാൻ നിങ്ങളെ രമേശേച്ചി MA സ്വാഗതം. ഞാനിന്നിവിടെ ഒരു പായസം വെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്ത് പായസം എന്ന് പറഞ്ഞാൽ കടലപ്രഥമൻ എന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടുപോലെ പ്രഥമൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഇടയ്ക്കൊക്കെയാണ് പായസം എന്ന് പറയാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഇന്നൊരു കടലപ്രഥമൻ വെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കടലപ്രഥമൻ കുടിക്കാൻ ഭയങ്കര ആഗ്രഹം തോന്നുന്നു. അതുകൊണ്ട് ഇന്ന് വിചാരിച്ച് ഇന്ന് വെക്കാം, വെച്ചിട്ട് വീഡിയോയും പിടിക്കാം എന്ന് കരുതിയാണ് ഇതിലോട്ട് ഇറങ്ങിയത്. അടുത്ത് നമുക്കിനി സ്റ്റൗ കത്തിക്കാം. ഒരു ഉരുളി വെച്ച് കൊടുക്കാം. ഉരുളി ചൂടായി. ഇനി നമുക്ക് ഇതിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 100 ഗ്രാം നെയ്യാണ്, അരക്കിലോ കടലയ്ക്ക് കണക്കാക്കി 100 ഗ്രാം നെയ്യാണ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് നല്ലപോലെ ചൂടായി. ഇനി നമുക്ക് തേങ്ങ കൊത്തിടാം. നല്ലപോലെ മൂത്ത് വരണം. മൂത്ത് വന്നതിന് ശേഷമാണ് അണ്ടിപ്പരിപ്പും മുന്തിരിപ്പഴമൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. ഒരുവിധം മൂത്ത് വരുന്നുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കണം. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ഇത് കഴുകി വെച്ചിരിക്കുന്നതാണ്. ഇതിലോട്ടിട്ട് കൊടുക്കുക. പിന്നെ മുന്തിരിപ്പഴം ഇട്ട് കൊടുക്കണം. ഇനി എള്ള് ചേർത്ത് കൊടുക്കണം. എള്ള് ചേർക്കുന്നത് പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റും ഒരു ഭംഗിയാണ്. പായസം കുടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് കടിക്കും. അത് നല്ല രസമാണ്. അത് എള്ള് ബൗളിലോട്ട് കോരി മാറ്റണം. എല്ലാം നല്ലപോലെ മൂത്ത് കഴിഞ്ഞ് ഇത് എല്ലാം കോരി മാറ്റണം. കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം. നെയ്യ് നല്ലപോലെ ചൂടായി. നമുക്ക് ഇതിലോട്ട് കടലപ്പരിപ്പ് വേവിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഒരു 600 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. 600 ഗ്രാം ശർക്കര എടുത്ത് ഉരുക്കി അരിച്ചു വെച്ചിരുന്നതാണ്. ഇത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുക്കണം. അടി പിടിക്കരുത്. അടി പിടിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത രസം വരും.
ഇനി ഇതിലോട്ട് ചൗരി ചേർത്ത് കൊടുക്കാം. അതിങ്ങനെ പരന്ന പാത്രം ആയതുകൊണ്ടാണ് കൂടുതലായിട്ട് ഇരിക്കുമ്പോൾ തോന്നിയത്. കൊടുക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ചൗരി ഇട്ടതുകൊണ്ട് പെട്ടെന്ന് കയറി കട്ടി പിടിക്കും. ഇനി ഇതിലോട്ട് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കണം. പിന്നെ ആ പാലിനെടുക്കും കൊടുക്കട്ടെ. ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് പായസവും പാല് കാച്ചി വെച്ചിട്ടുള്ള അത് ചേർത്ത് കൊടുക്കണം. നല്ലപോലെ കലക്കി കൊടുക്കണം. ഇനി നമുക്ക് യഥാർത്ഥത്തിലുള്ള ഒന്നാം പാല് ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ ഒന്നാം പാലൊഴിച്ചു. ഇനി ഇതിലോട്ട് പഞ്ചസാര, ഇതിലൊരു 2 സ്പൂൺ പഞ്ചസാര ചേർക്കണം. 2 സ്പൂൺ പഞ്ചസാര ചേർക്കണം. അങ്ങനെ പായസം റെഡിയായി. കടലപ്രഥമൻ റെഡിയായി. ഇതിന് ഒരു ബൗളിലോട്ട് മാറ്റാം. ഒന്നങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കണം. കടലപ്രഥമന്റെ ടേസ്റ്റ് ഒന്ന് പറയൂ. അടിപൊളി, കറക്റ്റ് മധുരം, സൂപ്പറായിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഞങ്ങളെ അറിയിക്കണം.